ആദ്യേ എനിക്ക് ഒരാളെ വരക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ആരെപ്പ വരക്കുക? ആ ഫിനു ഇങ്ങനെ നിൽക്കണതായിക്കോട്ടെ, നമുക്കതാ എളുപ്പം. എന്നാൽ ഞാൻ ഫിനുവിനെ വരക്കും. എൻ്റെ അടുത്ത് നിന്നിട്ട് ഏതൊക്കെ ബോഡി പാർട്സൊക്കെ വേണമെന്നൊന്നും എനിക്കറിയില്ല. ആദ്യം ഇങ്ങനെ പറഞ്ഞു തരണേ എനിക്ക് കേട്ടോ. ആദ്യം ഞാൻ ഇങ്ങനെ ഒരു സർക്കിൾ വരക്കാം അല്ലേ. ആദ്യം നമ്മളെന്താ വരക്കുക? ആദ്യം എന്താ വരക്കുക? അപ്പം നമുക്ക് ആദ്യം കണ്ണ് വരക്കാം. ആദ്യം യെസ് ഐ വരക്കാം. ആദ്യം ഐ വരക്കാം കേട്ടോ. നോസ് ശരിയേ, നോസ് വരച്ചിട്ടോ. മൗത്ത് വരക്കാം. ഇയർ വരക്കാം നമുക്ക്. എന്താണ്? വാട്ട് ഈസ് ദിസ്? ഇയർ. പിന്നെ ഞാൻ എന്താ വരക്കണ്ടി? ഇത് ഒരു മുട്ടയാണോ? ഹെയർ വരക്കാൻ പോവാണ്. വാവ്, ആദ്യം ഹെയർ വരക്കാൻ പോകുന്നുണ്ട്. ആദ്യം ഫിനുവിൻ്റെ ഹെയർ വരക്കാൻ പോകുന്നുണ്ട്. ആദ്യം ഫിനുവിൻ്റെ ഹെയർ വരച്ചിട്ടുണ്ട്. വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ. കാക്കാൻ്റെ ഇനി ഫിൻകാക്കാൻ്റെ നെക്ക് വരക്കട്ടെ. നെക്ക് ഇത് ഫിൻകാക്കാൻ്റെ ചിഹ്നാണ് കേട്ടോ. ഇത് ചിഹ്നാണ്. ഇനി ആദിക്കാക്കാൻ്റെ ഫിനുക്കാക്കാൻ്റെ നെക്ക് വരച്ച് ഉണ്ടാ. നെക്ക് വരച്ച് ഇനി നമുക്ക് ഇനി നമുക്ക് എന്താ, ട്രൗസറാണോ പാൻ്റാണോ? പാൻറ്. ഓക്കെ പാൻറ് വരച്ചിട്ടോ. ഒക്കെ നമ്മളെ ബോഡി പാർട്സ് ആണ്. ഒരു കാര്യം പറയാൻ, ഈ ഐസ്, നോസ്, മൗത്ത്, നെക്ക്, ഹാൻഡ്, ലെഗ് ഇതൊക്കെ നമ്മളെ ബോഡി പാർട്സ് ആണ് അല്ലേ. നമ്മളൊക്കെ എല്ലാവരും മനുഷ്യന്മാരെല്ലാവരും ബോഡിയിലുള്ള ബോഡി പാർട്സ് ആണ് ഇതൊക്കെ. ഈ ബോഡി പാർട്സ്, ഈ ഐസിനെ കൊണ്ട് എന്താ ആക്ഷനാ ഉള്ളത്? എന്തിനാണ്? കാണാൻ പറ്റൂല്ലേ. അപ്പം നമ്മൾ ഇതൊക്കെ കാണാൻ പറ്റും. പിന്നെ നോസിനെ കൊണ്ട് എന്താ ആക്ഷൻ ഉള്ളത്? എന്താണ് നോസിനെ കൊണ്ട് എന്താ ആക്ഷനാ ഉള്ളത്? ഒരു ആക്ഷനും ഇല്ലേ. നല്ല ബിരിയാണി മണമൊക്കെ വരുമ്പോൾ നമ്മൾ നിറയെ സ്മെല്ലൊക്കെ പിടിക്കല്ലേ. അത് നോസിനായിട്ട് നമ്മൾ നല്ല സ്മെല്ലൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടും അല്ലേ. എന്തിനാണ് മൗത്ത് എന്തിനാണ്? വർത്താനം പറയാൻ. വാ, സൂപ്പർ. വർത്താനം പറയാൻ മാത്രം മതിയോ? വർത്താനം പറയാൻ മാത്രം. അപ്പൊ ഭക്ഷണം കഴിക്കൽ. അപ്പൊ വർത്താനം പറയാനും ഭക്ഷണം കഴിക്കാനും 2 ആക്ഷനാണ്. പല്ല് വരക്കാൻ പോവുകയാണ്. യെസ്, പല്ല് റെഡി. ഇയർ 2 ഇയേഴ്സ് ഉണ്ട് നമുക്ക്. ഒരു ഇയറും ഇത്. അപ്പം ഇയേഴ്സ് എന്ന് പറയാം. ഈ ഇയേഴ്സ് നമുക്ക് എന്തിനാ? നമ്മൾ എന്ത് പറയണത് കേൾക്കണമെങ്കിൽ എന്ത് വേണം? ശബ്ദമായാലും വർത്താനമായാലും ഒക്കെ കേൾക്കണമെങ്കിൽ നമുക്ക് ഇയർ വേണം. പിന്നെ ഹെയർ എന്തിനാ? കുത്താനോ? ഇത് ഹെയർ ആണ്. ഇതിന് ഹെയർ എന്ന് പറയും. മുടിക്ക് ഹെയർ പറയും. ഈ തലൻ്റെ ഒന്നാകെ ഹെഡ് എന്ന് പറയും. നമ്മളെ ഹെഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നമുക്ക് ഈ ഹെയർ ഉള്ളത്. ഓക്കെ, സൂപ്പർ. പിന്നെ ഇനി നമുക്ക് ഈ ഹാൻഡ്സ് എന്തിനാണ്? സഹായിക്കാൻ, എടുത്തു വെക്കാന്, ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാന്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് കയ്യേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഇനി കാലെന്തിനാണ്? ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണം ഇങ്ങനെ കൊണ്ടുപോണ്ടേ വായക്ക്? കൊണ്ടുപോവാൻ. പിന്നെ ലെഗ് എന്തിനാണ്? ലെഗിന്റെ ഒരു ആക്ഷൻ എന്താ? ലെഗിന്റെ റൺ ചെയ്യാൻ, കളിക്കാന്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞാലോ. ഐ ക്യാൻ സീ വിത്ത് മൈ ഐസ്. പറഞ്ഞോക്കാം. ഐ ക്യാൻ സീ, കാണാൻ പറ്റും. വിത്ത് മൈ ഐസ്. പറഞ്ഞോക്കാം. ഐ ക്യാൻ സീ വിത്ത് മൈ വിത്ത് മൈ ഐസ്. പിന്നെ അപ്പോൾ നമുക്ക് കുറച്ച് സെൻറ്റൻസ് വലുതാവുമ്പോൾ വലിയ പറയാൻ കിട്ടണില്ല. അപ്പോൾ നമുക്കതൊന്ന് സിമ്പിളാക്കി സ്മോൾ ആക്കാം. അപ്പോൾ ഐ ക്യാൻ സീ അല്ലേ. ഇനി നോസ്. ഐ ക്യാൻ സ്മെൽ.
I can smell. your mouth, I can eat. I can eat. Okay. The ear. Yeah. I can hear. I can hear. I can hear അല്ല hear. കേൾക്കാൻ പറ്റും. I can hear. I can hear. Okay. ഇനി നമുക്ക് hand drawing. I can join. I can eat with my hand. With my hands. Run. ഓടിക്ക അവിടെ I can run പറഞ്ഞ ഓട്. അയ്യോ ഒന്ന് ഓടി. I can jump with my leg അറി. ഇവിടെ നിങ്ങൾ ചാട്. ഇവിടെ ഇങ്ങോട്ട് ചാട്. I can jump. I can jump. With my legs. കുട്ടികൾ നമുക്ക് ഇങ്ങനെ ഈ ബോഡി പാർട്സിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് തന്നെ അവൻ്റെ ക്ലാസ് കേട്ടപ്പോൾ അവർ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ആ കുട്ടികളെ കൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിപ്പിക്കാൻ നമ്മളെ ബോഡി പാർട്സ് ഒക്കെ നമുക്ക് എന്തിനാണ് എന്നുള്ളൊരു അവയർനെസ് അവർക്ക് കൊടുക്കാം. ലേണിങ്ങിലുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇപ്പോൾ നമ്മൾ ബയോളജി അനാട്ടമി ഒക്കെ കുട്ടികൾ ഇങ്ങനെ ഫ്യൂച്ചറിൽ ഓരോന്നും ഇതിൻ്റെ ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഈ ഒരു ബോഡി പാർട്സിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് കൊടുക്കാനാണ് ഈ ഒരു ക്ലാസ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ആദ്യം ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഞങ്ങൾ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നടത്താൻ പോണത്. നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റോറി, ഇനിയിപ്പോൾ മലയാളം ആവട്ടെ ഇംഗ്ലീഷ് ആവട്ടെ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റോറി എടുക്കുക, അവരോട് കഥ പറയുക. അപ്പോൾ ഞങ്ങൾ നല്ല രസമായിട്ടുള്ളൊരു കഥയാണ്. 5 minutes peace എന്ന് പറഞ്ഞിട്ടൊരു എലഫൻറ്റിൻ്റെ ഒരു കഥയാണ്. ഭയങ്കര രസമാണ്. ഒരു 5 മിനിറ്റെങ്കിലും തരുമോ എന്ന് മക്കളോട് ചോദിച്ചിട്ട് 5 മിനിറ്റെങ്കിലും ഒന്ന് സമാധാനമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമൊക്കെ രക്ഷപ്പെടാവുന്ന ഒരു എലഫൻറ്റിൻ്റെ സ്റ്റോറിയാണിത്. ഭയങ്കര രസമാണ്. അങ്ങനെ കുട്ടികൾ ഭയങ്കര വീട് മുഴുവൻ മെസ്സിയാക്കുന്നതും പിന്നെ അതിൽ നിന്നൊരു അടക്കെ ഞാൻ അവരോട് പറയാണ് കഥ എങ്ങനെയാണ്. അപ്പോൾ പിന്നെ അവ 5 മിനിറ്റെങ്കിലും ഇഷ്ടത്തിനനുസരിച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാത്റൂമിലേക്ക് പോകണം. എലഫൻറ്റിൻ്റെ പിന്നാലെ മക്കൾ പിന്നാലെ വരുന്നതാണ്. 5 മിനിറ്റ് പോയിട്ട് 1 മിനിറ്റ് പോലും കിട്ടാത്ത ഒരു എലഫൻറ്റിൻ്റെ സ്റ്റോറിയാണ്. എനിക്ക് തോന്നുന്നു നമ്മളെ അമ്മമാരൊക്കെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റോറി കൂടിയാണ്. അപ്പോൾ ഈ കഥ ഞാനിപ്പോൾ അവന് വായിച്ചെടുക്കും, ഞങ്ങൾക്ക് വായിച്ച് തരുന്നില്ല. കാരണം നമ്മുടെ വീഡിയോ അത്രയും ലെങ്തി ആയിരിക്കും. ചില ഭാഗങ്ങളൊക്കെ വേണമെങ്കിൽ ചേർക്കും എന്നല്ലാതെ. അതിൻ്റെ ആഫ്റ്റർ നമ്മൾ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അവരുടെ ആ ഈ ഒരു കഥ അവർ നന്നായിട്ട് ലിസൺ ചെയ്തോ, പിന്നെ അവർ അങ്ങനെ അറിയാൻ വേണ്ടിയിട്ടും പിന്നെ അവർ ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ആവാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അത് ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഏത് സ്റ്റോറി വായിച്ചാലും കുട്ടികളോട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അത് നിങ്ങൾ ചോദിക്കണം കുട്ടികളോട് നമ്മൾ കഥ വായിച്ച് കൊടുത്തതിന് ശേഷം. നമ്മൾ കഥ പറയാൻ കേട്ടോ. ആദ്യം കഥ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യം കഥ ഞാൻ ഈ സ്റ്റോറി വായിച്ച് കഴിഞ്ഞിട്ട് അതിനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ആദ്യക്ക് ആൻസർ പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്തായിട്ട് നന്നായിട്ട് ലിസൺ ചെയ്ത് കേൾക്കണം. ചിൽഡ്രൻ വേർ ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ്. അവർ കുട്ടികളിങ്ങനെ ഇവിടെ ഇങ്ങനെ എലഫൻറ്റിൻ്റെ കുട്ടികൾ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. കഥൻ്റെ പേര് 5 minutes peace എന്നാണ് കേട്ടോ. ദിസ് വാസ് നോട്ട് എ പ്ലസന്റ് സൈറ്റ്. ഓരിങ്ങനെ കഴിക്കണത് കണ്ടാലുണ്ടല്ലോ ആദ്യമേ ഒരു സന്തോഷമുള്ളൊരു കാഴ്ച ഒന്നും അല്ല. ഇവിടെ ഈ ഒരു സ്റ്റോറിയിൽ പ്രധാനപ്പെട്ട ക്യാരക്ടർ ആരാണ്? ഇത് അമ്മ, ഇത് 3 കുട്ടികൾ. ആരതിൽ പ്രധാനപ്പെട്ട ക്യാരക്ടർ? അമ്മ എലഫൻ്റ് ആണ് അല്ലേ പ്രധാനപ്പെട്ട ക്യാരക്ടർ. ഓക്കെ, പിന്നെ ആരൊക്കെ ആദ്യമൊക്കെ അറിയോ? ഇതിൽ വേറെയുള്ള ക്യാരക്ടറിൻ്റെ പേരൊക്കെ അറിയോ? ആരാണ് ഇത്? ഈ അമ്മ എലഫൻറ്റിൻ്റെ പേരറിയോ? ആരാണ്? മിസ്സിസ് ലാർജ്. വേറെ ഇവരെ ഈ കുട്ടികളൊക്കെ പേര് അറിയോ ആദിക്ക്? ലെസ്റ്റർ അല്ലേ. ഇത് ലോറ. ഇത് പിന്നെ ബേബി എലഫന്റ് എന്നാ പറയുന്നത് അല്ലേ. ഈ ഒരു സ്റ്റോറിയിലുള്ള പ്രോബ്ലം എന്താണ്? എന്താ ഇതിൽ പ്രശ്നം? ആർക്കാ പ്രശ്നം? അതാണ് അമ്മ എലഫന്റിന് എന്താ പ്രശ്നം? ഒന്നും കളിക്കണില്ലാന്നോ? എന്നിട്ട് അമ്മന്റെ ഒപ്പം വന്നുകൊണ്ടേ. അതുകൊണ്ട് എന്താ വന്നുകൊണ്ടേ ഇരിക്കണീനിപ്പോ എന്താ അമ്മക്ക് എന്താ പ്രശ്നം? കളിക്കുമ്പോ കളിക്കൂല. പിന്നെ പോയി ബേബി നോക്ക് പറഞ്ഞാൽ ബേബി നോക്കൂല. അമ്മക്കൊരു സമാധാനം കൊടുക്കണില്ല അല്ലെ. എപ്പോഴും അമ്മന്റെ പിന്നാലെ ഒക്കെ എല്ലായിടത്തും മെസ്സി ആക്കിയിട്ടിട്ട് എല്ലാം വൃത്തിയാക്കണം. കുറേ ജോലി കൊടുക്കുന്നുണ്ട് അമ്മക്ക് അല്ലേ. ഓക്കെ, ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ.
ഈ കഥയിൽ പിന്നെ ഈ കഥയിൽ ആദ്യം ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചു. അപ്പൊ ആദ്യം എന്താ ചെയ്യാ ഡിഫറെന്റ് ആയിട്ട്? ആദ്യം വരെ പോലെ ആവുമോ? ആദ്യം വേറെ എന്തെങ്കിലും ആണോ ചെയ്യുക? ആദ്യം കഥയിലുണ്ട് എന്ന് വെച്ചാൽ ഇത് ആദ്യൻ്റെ അമ്മയാണ്, ഇത് ഷാനുക്കാക്ക, ഇത് ഫിനുക്കാക്ക, ഇത് ആദ്യമാണ് വിചാരിച്ച. അപ്പോൾ ആദ്യം ഈ കഥയിലുണ്ടെങ്കിൽ ആദ്യം എന്താ ചെയ്യാ? ആദ്യം അതൊക്കെ അടിച്ചു വാരിയിടും അല്ലേ? ഓ പിന്നെ എല്ലായിടത്തും നോക്കും. പിന്നെ സണൊക്കെ നെറ്റിണ്ടെങ്കിൽ ഞങ്ങൾ അത് ഇട്ടക്കും. വണ്ടർഫുൾ ആണ് നിങ്ങൾ നല്ല വണ്ടിയൊക്കെ അതിലെടുത്ത് വെച്ചിട്ട് ചാടും. വണ്ടിയൊക്കെ ഓൻ ചാടുന്ന പറഞ്ഞേ. ഞാൻ വണ്ടിയൊക്കെ ചാടും. കുട്ടികളുടെ സ്വഭാവം അങ്ങനെ തന്നെ. ഓനെ പിള്ള മനസ്സിൽ കള്ളമില്ല എന്നല്ലേ. ഓൾക്ക് അത്രേ ഉള്ളൂ. എന്നാലും സഹായിക്കും, എന്നാലും മതി, സഹായിച്ചാലും മതി അല്ലേ? അത് ഈ കഥ എവിടെയാണ് നടക്കണത്? ഈ പിക്ചറൊക്കെ കണ്ടിട്ട് ഈ കഥ എവിടെയാണ് നടക്കണത്? എവിടെ? ബുക്കിലാണ്. പക്ഷെ ഇത് എവിടെയാണ്? സ്ഥലം എവിടെയാണ്? ഈ ഒരു പിക്ചറൊക്കെ കണ്ടിട്ട് ഇത് എവിടെയാണ് ഈ കഥ നടക്കണത്? അതല്ല ചോദിച്ചു. ഈ ബുക്കിലൊരു ചിത്രങ്ങൾ കാണില്ലേ? ഈ ഒരു ചിത്രം കണ്ടിട്ട് എവിടെ വെച്ചാണ് നടക്കുന്നത്? കാട്ടിലാണോ, വീട്ടിലാണോ, സ്കൂളിലാണോ, എവിടെയാണ് ഈ കഥ നടക്കുന്നത്? വീട്ടിൽ വെച്ച് നടക്കുന്ന ഒരു കഥയാണിത് അല്ലേ? ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. പിന്നെ ആദ്യം ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ? ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ഏതാണ്? പാട്ട് ഏതാണ്? ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ഏതാണ്? അതാണ് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഭാഗം അല്ലേ? ഓക്കെ. ആദ്യക്ക് കുട്ടികളുണ്ട്. ആദ്യ അമ്മയാണ്. അപ്പോൾ ആദ്യക്ക് ഇങ്ങനെ ഒരു സമാധാനം തരില്ല, എല്ലാം വൃത്തികേടാക്കിയിടുക. അതിൻ്റെ ആ അമ്മൻ്റെ അതേ ഒരു അവസ്ഥയാണ് ആദ്യക്കെങ്കിൽ ആദ്യക്ക് സങ്കടമാണോ തോന്നുക, സന്തോഷമാണോ തോന്നുക, ദേഷ്യമാണോ തോന്നുക? സങ്കടം തോന്നുന്നു. മക്കൾ എന്ത് ചെയ്യണം? അമ്മനെ ഹെൽപ്പ് ചെയ്യണം അല്ലേ? നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണ പോലെ പിന്നെ അടിച്ചു വരി കൊടുക്കണം. അൺടൈഡി ആയി കിടക്കുന്ന സ്ഥലത്തുള്ള ടൈഡി ആക്കണം, വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടുപോയിടണം അല്ലേ? പിന്നെ അവർ ടോയ്സ് അമ്മ ബാത്റൂം പോകുമ്പോൾ അമ്മ കുളിച്ചോട്ടെ പാവല്ലേ, അമ്മക്ക് ഇവിടെ കളിക്കാൻ പറയണം അല്ലേ? അമ്മക്കൊരു സമാധാനമുള്ളതൊക്കെ ചെയ്തു കൊടുക്കണം അല്ലേ? എല്ലാം നല്ല വൃത്തിയാക്കി നമുക്ക് നല്ല സന്തോഷമല്ലേ ഈ കാര്യം? ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കുമ്പം അവരുടെ ആ ഒരു സ്റ്റോറീനെ കുറിച്ചുള്ള അവരുടെ ആ ഒരു തിങ്കിങ് നടന്നിട്ട് പിന്നെ അവരുടെ ആ ഒരു തോട്ട്സൊക്കെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഒരു സ്റ്റോറി പറയുക എന്നതിലപ്പുറം അവരുടെ ആ ഒരു സ്കിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ കുട്ടികൾ ആ ഒരു ലേണിങ്ങിലൂടെ അവർ കുറേ കാര്യങ്ങൾ പഠിക്കും. നമുക്ക് അവരോട് കുറേ കാര്യങ്ങൾ ആഡ് ചെയ്ത് പറഞ്ഞു കൊടുക്കാനും പറ്റും. അങ്ങനെ നല്ല രസമായിട്ട് നമുക്ക് ആ ക്ലാസ് അവസാനിപ്പിക്കാം. ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് അത് വെച്ചിട്ടെല്ലാം നമുക്ക് അവൈലബിൾ ആവുന്നതാണ്. നമ്മൾ പറഞ്ഞാൽ ഏത് സ്റ്റോറിയും ചെയ്യാം. നമ്മളിപ്പോൾ മറ്റു ക്ലാസ്സുകളിൽ ചെയ്ത ആക്ടിവിറ്റികളൊക്കെ നമുക്ക് എല്ലാ സാധനങ്ങളും നമ്മൾ വീട്ടിൽ അവൈലബിൾ ആവുന്ന മാത്രം എടുത്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് നല്ല കുട്ടികളൊക്കെ ആയിട്ട് നല്ല എൻജോയ് ചെയ്ത് ചെയ്യുക. അവർക്കും അവരുടെ ആ ഒരു ടൈമും കുട്ടികളായിട്ട് നല്ല രസമായിട്ടുള്ളൊരു ടൈമായിട്ട് മാറും. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി മറ്റൊരു വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.